അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അപ്പൊ അങ്ങനെ ഉണ്ടാവൂല്ലേ? ഇന്ന് കഴിയോ? അപ്പൊ നമ്മള് നെക്സ്റ്റ് വ്ളോഗ് ആരംഭിക്കുകയാണ്. നൈറ്റ് വ്ളോഗ് അല്ല, അത് ആഫ്റ്റർനൂൺ വ്ളോഗാണ്. അപ്പോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയില് കുറച്ച് സർപ്രൈസ്, സസ്പെൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അത് വഴിയേ കാണാം. അപ്പൊ ഷാന, നിന്നെ ആദ്യം ഒന്ന് നെട്ടിക്കാം. ഷാന, ഒന്ന് പറക്കോളത്തേക്ക് പോയാലോ? എന്തേ? എക്സാം ഇന്ന് ഫ്രൈഡേ, സാറ്റർഡേ. ഇന്ന് ഫ്രൈഡേ അല്ല, നാളെ ഫ്രൈഡേ. മദ്രസ ഇല്ല, എക്സാം ഇല്ല. പിന്നെ സൺഡേ ആണുള്ളൂ, സാറ്റർഡേ ഇല്ല. അപ്പൊ 2 ദിവസം നിന്നിട്ട് വരാടോ. പക്ഷേ ആ ഒരു സർപ്രൈസിന് പിന്നെ ഒരു കാരണമുണ്ട്. നമ്മൾ പഠിക്കാനുള്ള ബുക്സ് ഒക്കെ ആയിട്ട് പോയിട്ട് അവിടെ ഇരുന്ന് പഠിക്കണം. പോവ് മാത്രമേ ഉള്ളൂ. രാത്രി 6:30 തൊട്ടിട്ട് 8:30 വരെ പഠിക്കാം. പകലെന്താ പണി? 2 ദിവസം അവിടെ ചുമ്മല്ല. അതെന്നോ പോയിക്കോളൂ. പോയിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ പോകുന്ന കാര്യം ഉമ്മമ്മാനെ അറിയിക്കുന്നില്ല. എങ്ങനെയുണ്ട്? അതെ, അതും കൂടി ഇതില് പെടുന്നുണ്ട്. നമ്മള് വിളിക്കാതെ മിണ്ടാതെ കേറിയിട്ട് ഉമ്മമ്മാന്റെ എക്സ്പ്രഷൻ ഒക്കെ നമുക്ക് എടുക്കണം. ഓക്കെ? എന്ത്? വീഡിയോ അവസാനിപ്പിക്കണം. വീഡിയോ അവസാനിപ്പിക്കരുത്. ഇല്ല, ഇന്ന് ഉമ്മമ്മാന്റെ ഫേസ് കാണണം. നമുക്ക് വീഡിയോ എടുക്കാം. നമുക്ക് എന്താണ് ഉമ്മമ്മാനെ ഉള്ള എക്സ്പ്രഷൻ ഒന്ന് കാണിക്കാം നമുക്ക്. ഓക്കെ? അപ്പൊ ഡൺ. കഴിച്ചു കഴിഞ്ഞിട്ട് വേഗം കുളിക്കുക, റെഡി ആവുക. ഓക്കെ? പോവാ പോവാ മിന്നോ, പോവാ മിന്നുസേ, പോവാ പോവാ മിന്നു. മിന്നു ഭയങ്കര പവർ കാണിക്കും. എന്താ ഇവിടെ? ഞാൻ രാവിലെ ഇതൊക്കെ അടുക്കി പെറുക്കി വെച്ചതാ. നമ്മള് എൻ്റെ ഉമ്മ അറിയാതെ ഞങ്ങൾ വീട്ടിൽ പോകുന്നുണ്ട്. ആകെ 2 ദിവസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട്. നാളെ സ്കൂളുണ്ട്. നമ്മൾ സ്കൂൾ നാളെ ലീവാക്കുകയാണ്. പിന്നെ വെള്ളിയും ശനിയും, ശനിയാഴ്ച നമുക്ക് ഇവിടെ എത്തും വേണം. സൺഡേ മദ്രസയിലെ എക്സാം ആണ്. അപ്പം പഠിക്കാനുള്ള ബുക്കും കാര്യങ്ങളൊക്കെ ഇട്ടാണ് പോയത്. അവിടെ അവൾ എച്ചുമ്മല്ല എന്ന് പറഞ്ഞത് അനിയത്തിയുടെ ബേബിയാണ് കേട്ടോ. അപ്പം അവർ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവളായിട്ട് കളിച്ച് നടക്കാനുള്ള സമയവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആൾ കളി നിർത്തിയിട്ട് പഠിച്ചോളും എന്നുള്ള ധൈര്യത്തിലാണ് കേട്ടോ പോണത്. ഇതാണ് മിന്നൂസിൻ്റെ കോസ്റ്റ്യൂം. മിന്നൂസിന് മാറ്റി കൊടുത്തിട്ടൊന്നുമില്ല. നമ്മൾ ഓട്ടോയിൽ കയറണോ അതേപോലെ വീട്ടിൽ പോയി ഇറങ്ങണോ, വേറെ എവിടെയും നമ്മൾ ഇറങ്ങണോ ഒന്നും ചെയ്യണില്ല കേട്ടോ. അപ്പോൾ മിന്നൂസിന് പിന്നെ ഒന്നും കൂടെ അവൾക്ക് ഇടാൻ ഇങ്ങനത്തെ ഡ്രസ്സ് തന്നെയാണ് സുഖം. അതുകൊണ്ട് എന്തായാലും അവളെ ഡ്രസ്സ് കാര്യങ്ങളൊന്നും ഷാനാൻ്റെ കോസ്റ്റ്യൂം, ഷാനാൻ്റെ ലഗേജ് അതൊക്കെ. ഷാന ബാഗിൽ 2 ദിവസത്തേക്കുള്ള ഡ്രസ്സ്, പിന്നെ മദ്രസ ബാഗ് മെയിനായിട്ട്. ആ 2ഉം ഞാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കളിക്കാനൊന്നും നിൽക്കരുത് പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ ഒന്ന് ഷോളൊക്കെ ഇട്ടിട്ടാ. ഇതാണ് ഷാനാൻ്റെ കോസ്റ്റ്യൂം. സിമ്പിൾ ചുരിദാറൊക്കെ എടുത്തിട്ടേക്കാണ് കേട്ടോ. അവൾക്ക് എന്നെ പോലെ ചുരിദാറൊക്കെ ഇട്ട് നടക്കാനാണ് ഇഷ്ടം പറഞ്ഞിട്ട് പ്രാവശ്യം ഉപ്പച്ചി വന്നപ്പോൾ വാങ്ങിപ്പിച്ച ചുരിദാറാണിത്. നമ്മൾ ഷോർട്ട് വീഡിയോയിലൊരു തവണ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ടൂർ പോകുമ്പോൾ എന്തോ അവള് ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വീഡിയോ എടുത്തിരുന്നു. ചാർജർ എടുക്കണില്ലേ? അപ്പം അത് പറഞ്ഞപ്പോഴാണ്. എൻ്റെ ചാർജർ എടുത്തിട്ടില്ല. അപ്പോൾ ഓക്കെ, മേ ബി അവിടെ നിന്നുള്ള വീഡിയോ ചിലപ്പോഴേ എടുക്കുള്ളൂ, പറയാൻ പറ്റില്ല. അപ്പം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്താം. കോസ്റ്റ്യൂം ഇതാണ് കേട്ടോ. ഒരു കോ ഡ്രസ്സ് പോലെ നമ്മുടെ പാൻറ്, ഷോള്, ടോപ്പ് ഒക്കെ ഇങ്ങനെ ഒരേ പ്രിൻ്റ് ആയിട്ടുള്ള ഒരു ചുരിദാറാണ് കേട്ടോ. ഇതാ വാച്ച് കെട്ടാനായിട്ട് കിട്ടിയിട്ടില്ല. ഞാനവിടെ സീറ്റിൽ സ്ഥലം ഉണ്ടായിട്ടേ സീറ്റ് ഒഴിവാക്കിയിട്ട് കമ്പിയിൽ ചാരിയിരിക്കുക. നിന്നു ഇതാ ബാക്കിലത്തെ കാഴ്ചയും കൊണ്ട് നടക്കും. കാണുന്നുണ്ടോ വല്ലതോൾക്ക്?
ചെറുതായിട്ടൊരു പിന്നായം പോലെ. ഞാനാ ഇപ്പതാ ഒരു ലഗേജ് ബാക്കില്, പിന്നെ സീറ്റില്, പിന്നെതാ ഇവിടെ. അപ്പോൾ ഇതാ ചെറുപ്പുളശ്ശേരി എത്തുന്നതിന് മുന്നേ ഇവിടെ ഒരു പാലട വിൽക്കുന്ന ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഞാൻ എപ്പോഴും പോകുമ്പോൾ അതുപോലെ വാങ്ങി വെക്കാറുണ്ട്. അതേപോലെ തിരിച്ചു വരുമ്പോൾ ഉണ്ടാണെങ്കിൽ ഞാൻ വീട്ടിലും വാങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ അത് വാങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. പിന്നെ അത് ചെറുപ്പുളശ്ശേരി സ്റ്റാൻഡിന്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ അതിന്റെ റോഡ് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ ഇതാ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴും പട്ടാമ്പി പാലൊക്കെ കടന്നിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പട്ടാമ്പി, തൃത്താല, പടിഞ്ഞാറങ്ങാടി അങ്ങനെ ടച്ച് ആയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഷാന ഈ സമയം നല്ല ഉറക്കമാണ് കേട്ടോ. ഈ ഒരു സമയത്ത് അവൾ എഴുന്നേക്കണം എന്നൊക്കെ വീട്ടിലെത്തിയതിന് ശേഷമാണ് എന്നോട് പറയുന്നത്. പാലെത്തി കഴിഞ്ഞാൽ എനിക്ക് എഴുന്നേറ്റ് നോക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ സൈഡിൽ ഒരു ഫ്രൂട്ട്സ് കട കണ്ടപ്പോൾ സീതപ്പഴം, ഞാൻ നീനാമ്പഴം എന്നൊക്കെ പറയും കേട്ടോ, അത് കണ്ടപ്പോൾ കുറച്ച് വാങ്ങണം വിചാരിച്ചിട്ട് വണ്ടി നിർത്തിയതാണ് കേട്ടോ. അതിലാണെങ്കിലോ ഇടയിൽ കുറെ പുഴുക്കളൊക്കെ കണ്ടിട്ട് ആകെ സീനായിരുന്നു. പേടിച്ചു നിക്ക എന്ത് പേടിച്ചാ? നമ്മളെ എവിടേക്കാ വന്നിക്കണേ? അടക്കടി 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 അടക്ക് അടക്ക് അടക്ക്. അതൊക്കെ വീഡിയോയിലുണ്ടാവൂട്ടാ. എവിടെ നിക്കണ നീ? ഗേറ്റ് പൂട്ടിയാ? അടക്ക് 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 വേടക്ക് വേടക്ക്. പഠിക്കാനാ വന്നത്? പഠിച്ചോ? അത് പഠിക്കാൻ പറ്റില്ല. ഇനി ഉറക്കം വണ്ടിന്ന് തീർന്നു, ഇനി ഉറങ്ങില്ലല്ലോ. ഞാൻ വിളിച്ചില്ല, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അവിടുന്ന്. കാണിച്ചു തരട്ടെ.